ഇപ്പോൾ സമ്പത്ത് കൂടി നമ്മൾക്കൊപ്പം ചേരുന്നു ഈ ചർച്ചയിൽ. സമ്പത്ത് ഈ വിവരങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നേട്ടമായി ട്രഷറിയിലെ ഈ കഴിഞ്ഞ മാസം വിതരണം ചെയ്ത തുക 26,000 കോടിയോളം രൂപയാണ് ട്രഷറി വഴി ഈ കഴിഞ്ഞ മാസം വിതരണം ചെയ്തത്. കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലെ ചെലവ് 22,000 കോടിയോളം രൂപയായിരുന്നു. അതിൽ നിന്ന് 4,000 കോടിയോളം രൂപയുടെ മാറ്റമാണ്. കേന്ദ്രം വലിയ സാമ്പത്തിക അവഗണന കേരളത്തോട് കാണിക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിന്റെ ഈ വരുമാന നേട്ടം എന്നതും പ്രസക്തമാവുകയാണ്. അതെ, നിശ്ചയമായും കേരളം നേടിയിട്ടുള്ള ഈ നേട്ടം അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. എല്ലാ കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കും അപ്പുറമായി നമ്മുടെ പൊതുസമൂഹം ഇത് അങ്ങനെ തന്നെ അഭിനന്ദനം രേഖപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ പൊതുസമൂഹം ഈ അഭിനന്ദനത്തിന് അർഹമാണ്. കേരളത്തിലെ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ മാത്രമല്ല, എന്റെ പ്രിയ സുഹൃത്ത് മുൻ പാർലമെന്റ് അംഗവുമായിട്ടുള്ള ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി സഖാവ് KN ബാലഗോപാലിനെ മാത്രമല്ല, ഇക്കാര്യത്തിൽ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥ വൃന്ദത്തെ മാത്രമല്ല, നികുതിദായകരെ മാത്രമല്ല, നമ്മുടെ വ്യാപാരികളും വ്യവസായികളും അടക്കമുള്ളവരും സംരംഭകരും ഒക്കെ അവര് മാത്രമല്ല, ഈ കേരളത്തിന്റെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിന്ന് ഇക്കാര്യത്തിൽ ആ പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കുന്നതിന് സത്യസന്ധമായിട്ടുള്ള ആ ഇടപെടൽ നടത്തി എന്നതാണ് അഭിനന്ദനാർഹം എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ഇന്ത്യ ഗവൺമെന്റ് പ്രതിപക്ഷ പാർട്ടികൾ അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളെ എല്ലാ അർത്ഥത്തിലും വരിഞ്ഞു മുറുക്കാൻ, അതിന് മറ്റൊരു പദപ്രയോഗമില്ല, ഇംഗ്ലീഷിൽ സഫോക്കേറ്റ് ചെയ്യുക, ശ്വാസം മുട്ടിക്കുക എന്ന് പറയുന്നത് പോലെ എല്ലാ അർത്ഥത്തിലും അത് രാഷ്ട്രീയമായി ഗവർണർമാരെ അടക്കം ആ പദവി ദുരുപയോഗപ്പെടുത്തുക, രാജ്ഭവനുകളെ ദുരുപയോഗപ്പെടുത്തുക, അത്തരത്തിൽ എല്ലാം ചെയ്യുക എന്നുള്ളതും നമ്മുടെ ഫെഡറൽ സത്തയുടെ കടയ്ക്കൽ കോടാലി വെച്ചുകൊണ്ട് യൂണിയൻ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള ബന്ധത്തെ അടക്കം വഷളാക്കുന്ന നിലയിൽ സംസ്ഥാന സർക്കാരുകളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുകയും ബൈപ്പാസ് ചെയ്യുകയും അടക്കം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുകയും ഭരണപരമായി തന്നെ ഉദ്യോഗസ്ഥന്മാരെ തങ്ങളുടെ പരിധിക്ക് നിർത്തുന്നതിന് വേണ്ടി, പ്രത്യേകിച്ചും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ സംസ്ഥാന സർക്കാരുകളെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ നടത്തുന്ന പരിശ്രമങ്ങളും നിയമനിർമ്മാണത്തിൽ കൂടി തന്നെ ഈ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ട അവരുടെ അവകാശങ്ങളിൽപ്പെട്ട ആ വിഷയങ്ങളിൽ, ഉദാഹരണത്തിന് സഹകരണ മേഖലയിലേക്ക് അടക്കം പിടിമുറുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഭരണഘടനയെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളത്. അതിനോടൊപ്പമാണ് ഈ ധനപരമായിട്ടുള്ള പ്രതിസന്ധി അത് ഇന്ത്യ ഗവൺമെന്റ് തന്നെ ബോധപൂർവം സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പിരിക്കുന്ന നികുതിയുടെ ഇത്ര ശതമാനം അത് നൽകുക എന്നുള്ളത് അത് യൂണിയൻ ഗവൺമെന്റിന്റെ ഒരു ചുമതലയാണ്. അതൊരു ബാധ്യത എന്നല്ല ഞാൻ പറയുന്നത്, ഇറ്റ് ഇസ് ദ ഡ്യൂട്ടി ഓഫ് ദ യൂണിയൻ ഗവൺമെന്റ്. അത് ഇന്നത്തെ പ്രധാനമന്ത്രി തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ട കാര്യമാണ്. 50% നികുതിയെങ്കിലും ഇന്ത്യ ഗവൺമെന്റ് പിരിച്ചെടുക്കുന്നത് സംസ്ഥാനങ്ങളുമായി വീതം വെക്കണം എന്നത്. അതടക്കം വെട്ടിച്ചെടുക്കാനുള്ള ശ്രമം ഇപ്പോൾ നമ്മൾ നേരത്തെ പ്രളയത്തെ അതിജീവിച്ച നമുക്ക് നൽകാമായിരുന്ന സഹായങ്ങൾ നൽകിയില്ല, ലഭിക്കുമായിരുന്ന സഹായങ്ങൾ തട്ടിത്തെറിപ്പിച്ചു, നമ്മളെ അത്തരത്തിൽ പ്രളയത്തിൽ മുക്കിക്കൊല്ലാൻ എന്ന് തന്നെ പറയണം. അതിനുള്ള വളരെ ജുഗുപ്സാവഹമായ പരിശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായി. നിപ്പ വൈറസ് വന്നപ്പോൾ, കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഒക്കെ നാം ഒരുമിച്ച് നിന്ന് നടത്തിയതായ ഒരു ഇടപെടലുണ്ട്. നാം ഒരുമിച്ച് ഒറ്റക്കെട്ടായാണ് ഇത്തരം കാര്യങ്ങൾ നേരിട്ടത്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് എടുത്തിട്ടുള്ള ധനപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള വരിഞ്ഞുമുറുക്കലിനെതിരായി കേരള സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് നമ്മുടെ പൊതുസമൂഹത്തെ സാമുദായികമായി ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി, പൗരത്വം പോലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ തീരുമാനിക്കുന്നതിനെതിരായിട്ടുള്ള പോരാട്ടം, ഇത്തരം കാര്യങ്ങളിലെല്ലാം കേരളം മാതൃകയായി നമ്പർ 1 നിന്നത് ഇക്കാര്യത്തിലും നമ്മൾ അഭിമാനകരമായ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നു. ഇത് ഒട്ടും ചെറുതല്ല. ഇത് ഈ രാജ്യത്തിന് മുമ്പിൽ നാം അത്തരത്തിൽ കാട്ടിക്കൊടുക്കുകയാണ്. കേരളം എന്നത് മാതൃകയാണ്, ഇപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന. ശരി ഡോക്ടറെ, സമ്പത്ത് ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്